ഹലോ. അപ്പോഴേ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിക്കോട്ടോ. എല്ലാവർക്കും മട്ടൻ വളഞ്ഞിരുന്ന് അങ്ങോട്ട് കഴിക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടേ വേറൊന്നുമല്ല കേട്ടോ ആഗ്രഹം തോന്നിയത്. ഞാനേ ഉച്ച സമയത്ത് മൊബൈലും തോണ്ടിക്കൊണ്ട് നിന്ന സമയത്താണ് പർദീസ ചിക്കൻ എന്ന് പറഞ്ഞ കുറേ വീഡിയോ കിടക്കണുണ്ടത്. അപ്പം ഞാൻ ഓർത്തേ ഈ പർദീസ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്നൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ച്. അപ്പം തന്നെ ഒരു ചിക്കൻ ഓർഡർ ചെയ്ത് സാധനം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എൻ്റെ ചോരയൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെയും കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് എടുത്തിട്ട് എന്ന് വെച്ചാൽ തൃപ്തി വന്നില്ലേ കഴിയിട്ടും അങ്ങനെ സാധനത്തിനെ കുട്ടപ്പി ആക്കിയിട്ട് ഇവിടെ കൊണ്ടൊന്ന് കിടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ കൊച്ചിക്കാരിപ്പെണ്ണ ഹോട്ടലിൻ്റെ മസാലയിലാണ് തയ്യാറാക്കണത് കേട്ടോ. നമ്മൾ വേറെ സ്റ്റൈലാണ് കേട്ടോ മോനെ. അങ്ങനെ ഇതിനെ തലങ്ങും വിലങ്ങും വരയാൻ നോക്കിയപ്പോൾ സാധനം കിടക്കണില്ല, കിടന്നു ഓടണേണ് കിടന്നുണ്ടു. കാരണം അപ്പം ഞാൻ പറഞ്ഞു, മര്യാദ കിടന്നു അടങ്ങി കിടന്നില്ലെങ്കിൽ കിട്ടൂട്ട. എൻ്റെ വർത്താനം കേട്ടിട്ടില്ലേ ചേച്ചി പാത്രം കിടന്ന് ചേച്ചി ഇരുന്ന് നല്ല ചിരിയായിരുന്നു കേട്ടാ. ഇനി ഇതിനെ നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. അപ്പോൾ മിക്സർ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാളക്ക് ഉള്ളിക്കും വില കൂടിയത് കൊണ്ടിട്ടേ റോട്ടിൽ കൂടി 2 കിലോ 100 നമ്പർ സവാള ഉള്ളി പോകും. അത് കുറച്ച് മേടിച്ചിട്ട് കൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ അത് കുറച്ച് തൊലിവിളിച്ച് അത് കയ്യിലോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ മല്ലിയില ഉണ്ടായിരുന്നു, അതും കൂടി പിച്ചി ചീന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പറുദീസ ചിക്കൻ ഉണ്ടാക്കണ മന്തി മസാലയിലും പിന്നെ ചിക്കൻ ക്യൂബിലാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ നമ്മൾ കണ്ടുപിടിച്ച മസാലയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടുതലിട്ട് അത്ര നല്ലതട്ടെ, എരിവൊക്കെ കിട്ടട്ടേന്നേ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് പെരിഞ്ജീരകം, അതേപോലെ തന്നെ നല്ല ജീരകം ഒരു സ്വല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ മസാല കേട്ടോ, അത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ വാരി ഇട്ട് കൊടുത്തേക്കണത്. ഇനി കുറച്ച് പച്ചമല്ലി കേട്ടോ, ഏകദേശം ഒരു 1/4 സ്പൂൺ ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കുമ്പോഴേ മിക്സിയുടെ ജാറ് നിറഞ്ഞിരിക്കണം. ഇതിലിട്ട് അരച്ചിട്ടുണ്ട് എൻ്റെ മിക്സി പ്രാഗിക്കൊല്ലും, കാരണം ചൂടായിട്ട് വല്ലതും സംഭവിച്ചാലോ ഇനി. അപ്പം ഞാനതൊരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു നാരങ്ങ നീര് കുരുവൊക്കെ പോകാണ്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. കുരുവൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മസാല കഴിക്കും. അപ്പുറത്തെ കടയിൽ പോയപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരില്ലേ 10 രൂപയുടെ വന്നേക്കണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. എന്നാൽ പിന്നെ ഒരു പാക്കറ്റ് മേടിച്ച് തണുപ്പിച്ച് കുടിക്കാമെന്ന് ഓർത്തു, ചൂടല്ലേ. അത് മേടിച്ച് തണുപ്പിക്കാൻ പറ്റിയ സമയത്താണ് ചിക്കൻ വന്നത്. എന്നാൽ പിന്നെ ചിക്കനിലേക്ക് കുറച്ച് വേണമല്ലോ എന്ന് ഓർത്ത് അതിൽ നിന്ന് കുറച്ച് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. വേണ്ടപ്പെട്ടവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു മസാല അരച്ചത്. വേറെ നല്ല ഉപ്പിടാൻ മറന്നു എന്നേ. എന്നാൽ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് എന്നിട്ട് നമ്മുടെ സാധനത്തിനെ മേക്ക് ഓവർ ചെയ്യാൻ വേണേട്ടാ. ആശാൻ്റെ കിടപ്പ് കണ്ടാ ചെരിഞ്ഞാണ് കിടക്കണത്. എന്താണെന്നറിയില്ല, ചൂടെടുക്കേണ്ടെന്ന് തോന്നുന്ന സാധനത്തിന് അതാണ് ചെരിഞ്ഞ് കിടക്കണത്. അങ്ങനെ തന്നെ ഞാൻ ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണേ. എല്ലാ സ്ഥലത്തുമായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കേണ്ട കേട്ടാ. ഈ ഒരു ചിക്കനെ കാണുമ്പോഴേ എനിക്കൊരു പണ്ടത്തെ കാലം ഓർമ്മ ഉണ്ട്, വേറെ ഒന്നല്ല കേട്ടാ. നമ്മൾ വാൽക്കണ്ണാട് സിനിമയിൽ കലാപമണിക്ക് പകുതി മാസം അസുഖം പകുതി മാസം നല്ല സ്വഭാവം ആ ഒരു ഇതുണ്ടായിരുന്നു. അതേപോലെ എൻ്റെ വാപ്പിച്ചിടെ വാപ്പാക്ക് കേട്ടാ. പകുതി മാസം വാപ്പിച്ചിടെ വാപ്പാക്ക് അസുഖമായിരുന്നു, പകുതി മാസം നല്ല അസുഖം വന്ന സമയത്ത് ഉപ്പ എന്തൊക്കെ ചെയ്യണമെന്ന് ഉപ്പാക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. ഉപ്പ കോഴിനെ പിടിച്ചിട്ടേ പപ്പും പൂടെയൊക്കെ കളഞ്ഞിട്ട് മസാല എല്ലാ മസാല അല്ല കേട്ടോ, മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ തേച്ചിടിപ്പിച്ച് കമ്പി കോലുമ്പോൾ കുത്തിയിട്ട് ഉപ്പ വറുത്തല്ല ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ബക്കറ്റ് ചിക്കനും ഇതേപോലത്തെ ചിക്കനൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഉപ്പാനെ ഓർമ്മയുള്ളൂ. ഉപ്പേണ്ട എനിക്ക് തോന്നണം ഇതേപോലത്തെ ചിക്കൻ കണ്ടുപിടിച്ചേക്കണത്. ഒരു 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എടുത്തത്. അപ്പം നമ്മൾ കഥ പറഞ്ഞപ്പോഴേ എല്ലാം മറന്നുപോയി ഞാൻ. എന്നിട്ട് ഞാൻ കുക്കർ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 സവാളയാണ് ഇട്ട് വഴറ്റി കൊടുക്കാൻ പോണത്. ഇതിൽ ഞാനേ കൂടുതലായിട്ട് മസാലയൊന്നും ചേർക്കാതെയാണ് ചെയ്യണത്. കാരണം കൂടുതൽ മസാലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കഴിക്കുമ്പോൾ നമ്മൾക്കൊരു മത്തിക്കണ ഒരു ഇത് വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ്. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയപ്പോൾ ശേഷം ഒരു തക്കാളിയും 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോണതേ ഇതിൽ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കണില്ല. നമ്മളിപ്പോൾ ചെയ്യാൻ പോണതേ ആ ചിക്കൻ അവിടെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. മോനെ അവിടെ കിടന്നോട്ടാ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടാ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി മസാല കണ്ട, ഈ ഒരു മസാല മാത്രമാണ് നമ്മൾ ഇതിലേക്ക് എടുക്കണത് കേട്ടോ. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വടിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടില്ലേ അതിലേക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മന്തി മസാല ഉള്ള ഇതിൽ ചേർക്കണം. മന്തി മസാലക്ക് പകരം ഉണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മസാല ചേർക്കണത്. നമ്മൾ ഈ അരച്ച മസാല മന്തി മസാലയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട്. ഇനിയാണ് മോനെ കുറച്ചും കൂടി പണിയുണ്ട്. സാധനത്തിന് അവിടെ ഇരുത്താൻ ഞാൻ സമ്മതിക്കണില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 മുട്ട ഇവിടെ ഇരുന്ന് വെച്ച്
അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടാ. കോഴി വിചാരിക്കും, ഓ ഞാനിതിനെ ഒന്ന് പുറത്തേക്ക് തള്ളും, അവളെടുത്ത് അകത്തേക്ക് കയറ്റും, ഇതെന്തു പണിയാണ് എന്ന് വിചാരിക്കേണ്ടാവോട്ടാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ആ ഒരു മസാലയില്ലേ കുക്കറിലുള്ള, അതിൽ നിന്ന് കുറച്ച് മസാലയും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ. ഇനിയാണ് മോനെ അതിർവരമ്പുകളൊക്കെ കെട്ടി വെക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ടൂത്ത് പിക്കാണ്ട് എടുത്ത, ടൂത്ത് പിക്കൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈർക്കൽ വെച്ച് കുത്തി എടുത്താലും മതി. എന്നിട്ട് ആ ടൂത്ത് പിക്കൊക്കെ എല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുത്തിട്ടാ. എന്തായാലും ചിക്കൻ കഴിക്കുമ്പോൾ ഇനി പല്ലിൻ്റെ ഇടയിൽ കയറിയാലും കുത്തിക്കളയാനായിട്ട് ടൂത്ത് പിക്കായിട്ടുണ്ട്. അങ്ങനെ ഇതിനെ ഞാൻ ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം എന്ത് ചെയ്യാന്നറിയാമോ, ഉപ്പൊക്കെ നോക്കണേണ്ട, ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. എന്നിട്ട് ഇച്ചിരി നമ്മുടെ വീട്ടിൽ പൊടിക്കണ ഗരം മസാലയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വാ മോനെ കിടക്കാൻ, നമുക്ക് അടങ്ങി ഒതുങ്ങി കിടന്നോളോട്ട് ഇതിരി. ഇനി ചാട് കുത്തേ മറിയ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വഭാവം മാറോട്ടെ, കിടന്നോ. അവനെ അടക്കി ഒതുക്കി കിടത്താന്ന് വിചാരിച്ചിട്ടേ തൃപ്തി തന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നും കൂടി പുതപ്പിച്ചു കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടേ അടിയിൽ നിന്ന് ആ മസാലയൊക്കെ അങ്ങോട്ട് വാരി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്നും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ആ ഒരു തിള പോലെ വന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ആ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണ്ട. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തേങ്ങയും കാഷ്നട്ടും കുറച്ച് വെള്ളവും കൂടി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണേ. കാരണം വെള്ളം അടിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ പാടല്ലേ എന്ന് ഓർത്തിട്ടാണ്. ഇതിനെയാണെങ്കിൽ പൊക്കിയിട്ടാണെങ്കിൽ പൊങ്ങണമില്ല. ഞാൻ നോക്കിയിട്ട് 2 കയ്യിലൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണുണ്ടാ. പിന്നെ ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കണ്ടേ. അങ്ങനെ കുറച്ച് ദിവസമല്ല കേട്ടോ, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ട് അരച്ച് വെച്ച കാഷ്നട്ടും തേങ്ങില്ലേ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ ഇതിനെ ഒന്നും കൂടി പുതപ്പിച്ച് കൊടുക്കണേ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട്. കോഴി വിചാരിക്കണ്ടേടി, നിന്നോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാടി വെറുതെ ഇരുന്ന് വെച്ചാൽ എന്നെ ഇതേപോലെയൊക്കെ ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അവിടെ കിടക്കും മോനെ. എന്നിട്ട് ഒന്നും കൂടി മൂടി വെച്ച്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ സാധനം സെറ്റായെന്ന് തോന്നണ്. അങ്ങനെ ആ മതി, കണ്ടിട്ട് തന്നെ മതിയെന്ന് തോന്നണ്ടാ. മോനെ ബാ കിടക്കാം, ബാ ഇവിടെ കിടന്നോട്ടാ. സാധനത്തിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. 7 മണിയായിട്ടാ ഞാൻ കടയിൽ നിന്ന് ഉണ്ടാക്കി വീട്ടിലേക്ക് വന്നപ്പോൾ. സാധനത്തിനെയൊക്കെ ഞാൻ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വന്നിട്ടാ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ വിചാരിക്കണത് ഇത് വെന്തിട്ടുണ്ടാവും. എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ശരിയായോ എന്ന്. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇത് വീട്ടിൽ കൊണ്ടുവന്നിട്ടൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടി തിരിച്ചും മറിച്ചൊക്കെ കുക്ക് ചെയ്തെടുത്തപ്പോൾ കളറ് കണ്ട ഇതേപോലെ കിട്ടി. എൻ്റെ പൊന്നും മച്ചന്മാരെ പറഞ്ഞറിയിക്കാൻ പോലെ അത്രയ്ക്ക് ടേസ്റ്റാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഈ വർത്തമാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താ ടേസ്റ്റെന്ന്. ഇതിന് മസാല ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റാണ് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്ര നേരം കണ്ടതിന് നന്ദി ഒരുപാട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.